ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ പോണത് ഞാൻ പേഴ്സണലി ഒരുപാട് സംസാരിക്കാത്ത ഒരാളാണ്. ഭയങ്കരമായിട്ട് വളരെ കുറച്ച് സംസാരിക്കുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു ഒരു ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അവർ അധികം സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരായിരിക്കും അല്ലേ. അതുകൊണ്ട് തന്നെ പണ്ട് മുതൽക്കേ കുട്ടിക്കാലം തൊട്ടേ എനിക്ക് സംസാരിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ പല പേരും എനിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അഹങ്കാരിയാണെന്നും അവൾക്ക് ഭയങ്കര ജാടയാണെന്നും ഇങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ഇത് കേൾക്കുന്നത് കേട്ടോ. പലപ്പോഴും ആൾക്കാരെ കണ്ട തലകുനിച്ച് നടക്കുക. ബിക്കോസ് എനിക്ക് സംസാരിക്കാൻ എങ്ങനെയാന്ന് ആലോചിച്ചിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കും. എനിക്ക് സംസാരിക്കേണ്ട അല്ലാതെ വേറെ ഒരു റീസണും അല്ല, മറ്റുള്ളവർക്ക് സംസാരിക്കാൻ മടിയായിട്ടോ ഒന്നുമല്ല. എന്താ സംസാരിക്കുക, എങ്ങനെയാ സംസാരിക്കുക, എന്താ ചോദിക്കേണ്ടത്, സുഖാണോ എന്ന് എങ്ങനെ ചോദിക്കുക, ഇതൊക്കെ ആലോചിച്ചിട്ട് ഒരു ഭയങ്കരമായിട്ടുള്ള ടെൻഷനാണ്. അതുകൊണ്ട് അധികം സംസാരിക്കില്ല. അപ്പൊ ഞാൻ കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ. അതുകൊണ്ട് തന്നെ ഞാൻ ലൈഫിൽ പിന്നീട് അങ്ങോട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടും മറ്റുള്ളവരോട് ചിരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണെന്നും അതെന്റെ ലൈഫിലേക്ക് മാറ്റിക്കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ച ഒരാളാട്ടോ. പക്ഷെ നമ്മളെല്ലാവരും അങ്ങനെ മാറണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ കുറച്ചൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുക അല്ലെങ്കിൽ ഒരു സോഷ്യലായിട്ട് ബിഹേവ് ചെയ്യാൻ പഠിക്കുന്നത് വളരെ നല്ലതാണ് ഒരു നല്ലൊരു പേഴ്സണാലിറ്റിക്ക്. എന്നാൽ പോലും പലപ്പോഴും നമ്മൾ ഈ ഒട്ടും സംസാരിക്കാത്ത ആൾക്കാരെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യും, ഭയങ്കര അഹങ്കാരമാണ് അങ്ങനെയൊക്കെ ഉള്ളത്. പക്ഷേ ഈ ഒന്നും സംസാരിക്കാത്ത സൈലന്റ് ആയിരിക്കുന്ന വ്യക്തിയിൽ കുറച്ച് ക്വാളിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഈ വീഡിയോയിൽ ഞാൻ ചോദിച്ചു അത് ഷെയർ ചെയ്യാന്നുള്ളത്. അന്നേരമൊക്കെ ഞാനിങ്ങനെ ഇതിപ്പറ്റി ചിന്തിക്കുന്ന സമയത്ത് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കണ്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ സംസാരം കുറവുള്ള ആൾക്കാർ കുറെ ക്വാളിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. അവർ ഈ ഒരു കാറ്റഗറിയിലൊക്കെ പെടുന്ന ആൾക്കാരായിരിക്കും. അവരിൽ ഒരുപാട് ക്വാളിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും ദോഷം എന്ന് പറയാൻ നമ്മളെ പറ്റി മറ്റുള്ളവരെ ഒരുപാട് മനസ്സിലാക്കില്ല, മിസ്റ്റേക്ക് ആയിരിക്കും മനസ്സിലാക്കുക. പിന്നത്തെ കാര്യം എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും കുറെ ക്വാളിറ്റീസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ അതാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം ആദ്യത്തെ പോയിന്റ് ആയിട്ട് പറയാനുള്ളത്, ഇവർ നല്ല ഗുഡ് ലിസണേഴ്സ് ആയിരിക്കും. മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളെ നന്നായി കേൾക്കാൻ മനസ്സുള്ളവരായിരിക്കും. നമ്മള് പൊതുവെ ഒരുപാട് സംസാരിക്കുന്നത് ആൾക്കാരുണ്ടാവും. അതിനേക്കാളേറെ നമ്മളൊരു കാര്യം നമ്മളത് കേൾക്കാൻ ഒരു നാലാൾക്കാർ ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് പലപ്പോഴും പലരും ചിന്തിക്കാല്ലേ. അപ്പൊ ഈ സൈലന്റ് ആയിരിക്കുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഒരുപാട് സംസാരിക്കാൻ താല്പര്യം ഇല്ലാത്തവരുണ്ടല്ലേ, അവർ തീർച്ചയായിട്ടും നല്ലൊരു ലിസണേഴ്സ് ആയിരിക്കും. മറ്റുള്ളവർ എന്ത് പറയുന്ന ഇങ്ങനെ കേട്ടിരിക്കാൻ ഒരു വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും കേട്ടോ. അപ്പം അതൊരു നല്ല ക്വാളിറ്റിയാണ്. ഒരു മനുഷ്യനിൽ ഏറ്റവും വേണ്ടുന്ന ഒരു ക്വാളിറ്റിയാണ് നമ്മൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുക എന്നുള്ളത്. ഈ ഒരുപാട് ഓവറായിട്ട് ഒരുപാട് സംസാരിക്കാത്ത ആൾക്കാർ, അധികം സംസാരിക്കാത്ത ആൾക്കാർ, അതുകൊണ്ട് അവർക്ക് മറുപടികളായാലും അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ അവർ ചുരുക്കി വളരെ കുറച്ച് രീതിയിലേക്ക് സംസാരിക്കുക, ഒരുപാട് കാര്യങ്ങളായിട്ട് സംസാരിക്കുന്നുണ്ടാവില്ല. അപ്പം പൊതുവെ അവർ മറ്റുള്ളവർ പറയുന്നത് ഇങ്ങനെ കേൾക്കുന്നുണ്ടാവും. എല്ലാ കാര്യങ്ങളും കേൾക്കാൻ അവർ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പം ഒരു വ്യക്തിയെ കേൾക്കാൻ പറ്റുന്ന ഒരു ആൾക്കാരാണെങ്കിൽ അവർ വളരെ പ്യൂർ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അവർക്ക് അതൊരു നല്ലൊരു ക്വാളിറ്റിയാണ്. കാരണം ഇന്ന് ലോകത്ത് എല്ലാവരും അന്വേഷിച്ച് നടക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരാണ് എന്നെ ഒന്ന് കേട്ടിരുന്നെങ്കിൽ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു ഗുഡ് ലിസണേഴ്സ് ആയിരിക്കും. രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് പറയാനുള്ളത്, നല്ല സെൽഫ് കൺട്രോൾ ആയിരിക്കും കേട്ടോ. നമ്മൾ ഈ ഒരുപാട് സംസാരിക്കുന്ന വ്യക്തികൾക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ അവർക്ക് സംസാരിച്ച് ശീലമുള്ളത് കൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ പെട്ടെന്ന് കയറി എല്ലാത്തിനും മറുപടി പറയും, പെട്ടെന്ന് എല്ലാ കാര്യങ്ങളെ കുറിച്ച് ചാടി കയറി സംസാരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. അന്ന് അധികം സംസാരിക്കാത്ത ആൾക്കാർ വേണമല്ലോ എന്ന് സംസാരിക്കുക. അവര് എല്ലാ കാര്യങ്ങളും കേട്ട് ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ മാത്രമായിരിക്കും അവർക്ക് ഒരു അഭിപ്രായം പറയണമെന്ന് തോന്നുള്ളൂ. അല്ലാതെ എല്ലാ കാര്യങ്ങൾക്ക് ചാടി കയറി അഭിപ്രായം പറയാൻ തോന്നില്ല. അതുകൊണ്ട് തന്നെ എന്ത് പ്രശ്നങ്ങൾ വന്നാലും വീട്ടിലൊക്കെ എന്തെങ്കിലും പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പൊ പാർട്ട്നേഴ്സിന്റെ ഇടയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിലെപ്പോഴും നിങ്ങൾ സൈലന്റ് ആയിരിക്കുക. അധികം സംസാരിക്കാത്ത വ്യക്തികൾ എപ്പോഴും സൈലന്റ് ആയിരിക്കും. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ കേൾക്കുമ്പോഴേക്കായിരിക്കും അവർക്ക് എന്തെങ്കിലും മറുപടി പറയാനുണ്ടാവുക. ഒരുപാട് അല്ലെങ്കിൽ അവർ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ പോയിന്റ് വൈസ് തന്നെ ആയിരിക്കും. അങ്ങനെ ഒരുപാട് ഈ ചാടിക്കയറി ഒരുപാട് ഓവറായിട്ട് സംസാരിക്കില്ല. നല്ല സെൽഫ് കൺട്രോൾ ആയിരിക്കും കേട്ടോ. എല്ലാ ഇമോഷൻസും ഭയങ്കര കൺട്രോൾഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ പറയുമ്പം അവർക്ക് ഭയങ്കര ചുരുക്കി കാര്യങ്ങൾ സംസാരിക്കാൻ അവർക്ക് ഇഷ്ടം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ എന്തൊരു കാര്യം കേൾക്കുമ്പോൾ ചടിക്കേറി ഭയങ്കര മറുപടി പറഞ്ഞതിനെ ഓവറാക്കി ചാടാക്കില്ല. അവർ ഭയങ്കര സെൽഫ് കൺട്രോൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അതേപോലെ എനിക്ക് മൂന്നാമതായിട്ട് പറയാനുള്ളതെന്ന് അറിയോ, അധികം ഗോസിപ്പേഴ്സ് ആയിരിക്കില്ല കേട്ടോ. അവരൊക്കെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുമ്പം അതിനെപ്പറ്റി സംസാരിക്കാനും അല്ലെങ്കിൽ അവരങ്ങനെ പറഞ്ഞതന്നെ ഇവരിങ്ങനെ പറഞ്ഞതെന്നൊക്കെ രീതിയിൽ സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആൾക്കാരായിരിക്കും. കാരണം അവരും അധികം സംസാരിക്കാത്ത ആൾക്കാരാണ്. ആരെപ്പറ്റി ഒരു ഗോസിപ്പും പറയാൻ പോകില്ല. അവരുടെ കാര്യം തന്നെ അവർ ചുരുക്കിയേ പറയുന്നുണ്ടാവുള്ളൂ, വളരെ കുറച്ചായിട്ട്. അപ്പൊ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളും എടുത്തു വെച്ചിട്ട് നാളെ രണ്ടാൾക്കാരെ കണ്ടാൽ അവരങ്ങനെ പറഞ്ഞെന്ന് പറയണം അങ്ങനെ ഒന്നും തോന്നലുണ്ടാവില്ല. കാരണം അവർക്ക് അധികം തന്നെ സംസാരിക്കാൻ താല്പര്യമില്ല. അങ്ങനെയുള്ള ആൾക്കാർ അധികം ഫോൺ കണക്ഷൻസ് ഒന്നും കൂടുതൽ ഉണ്ടാവില്ല. അവര് ഈ വാട്സപ്പ് ആയിക്കോട്ടെ അങ്ങനെയുള്ള കണക്ഷൻസ് ഒന്നും അധികം കൂടുതൽ, ഫോൺ വിളിക്കുന്നത് തന്നെ വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾക്കായിരിക്കും. അതേപോലെ ഫ്രണ്ട്സിനെ കണ്ടാൽ തന്നെ അവരടുത്ത് സംസാരിക്കുന്നത് വളരെ ലൈഫ് ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും. അതിൽ കൂടുതലൊന്നും അവർക്ക് പറയാനുണ്ടാവില്ല.
അവിടെ ഉള്ളിലുണ്ടെങ്കിൽ പോലും അവരധികം അങ്ങനെ സംസാരിക്കില്ല. പക്ഷെ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നത് കുഴപ്പമില്ല കേട്ടോ. ആര് ഗോസിപ്പ് പറയുന്നതാണെങ്കിൽ അവർ ചിലപ്പോൾ കേട്ടിരിക്കും, പക്ഷെ അവർക്കൊന്നും അതുപോലെ പറയാനുണ്ടാവില്ല. അവരിങ്ങനെ മനസ്സിന്റെ ഉള്ളിൽ തന്നെ കുറച്ച് ഗ്രഡ്ജസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ വെക്കുക, അങ്ങനത്തെ ഒരു സ്വഭാവമേ ഉണ്ടാവില്ല കേട്ടോ. കാരണം അവർ ഒരുപാട് സംസാരിക്കാൻ ആഗ്രഹമില്ലാത്ത ആൾക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ പറയുന്ന കാര്യങ്ങളായാലും കേൾക്കുന്ന കാര്യങ്ങളായാലും അവർ ഗ്രഹിക്കുകയും ഭയങ്കരമായിട്ട് ചിന്തിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായാലും ഇങ്ങനെ ഒരു ഗ്രഡ്ജ് ഒന്നും മനസ്സിൽ വെച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കില്ല. അതൊക്കെ എന്തെങ്കിലും ഒന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അവർ അതുപോലെ വിടും. അതങ്ങനെ മനസ്സിൽ വെക്കുന്ന ഒരു പ്രത്യേകതര ആൾക്കാരൊന്നും ആയിരിക്കില്ല കേട്ടോ. അതോടൊപ്പം തന്നെ പറയാണ്, അവർക്ക് അവരുടെ ഇമോഷൻസ് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അവര് വളരെ കുറച്ച് സംസാരിക്കുന്ന ആൾക്കാരാണ്. ഈ നിങ്ങൾ ഒരുപാട് സംസാരിക്കുന്ന ആൾക്കാർ, കുറച്ച് സംസാരിക്കുന്ന ആൾക്കാർ പ്രത്യേകിച്ച് എടുത്ത് നോക്കാട്ടോ. ഈ ഒരുപാട് സംസാരിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് സന്തോഷമാണെങ്കിലും ഒരുപാടുണ്ടാവും, ചിരികളായാലും ഒരുപാടുണ്ടാവും, ടോക്കിംഗ് ആയാലും ഒരുപാടുണ്ടാവും, കരച്ചിലാണെങ്കിലും ഒരുപാടുണ്ടാവും. പക്ഷെ അധികം സംസാരിക്കാത്ത ആൾക്കാരാണെങ്കിൽ അവരുടെ ഇമോഷൻസ് എപ്പോഴും വളരെ കുറച്ച് രീതിയിലായിരിക്കും കേട്ടോ. അവർക്ക് ചിരിക്കില്ല കളിക്കില്ല എന്നല്ല, എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ടാവും. അങ്ങനെ ഓവറായിട്ടൊന്നും ഉണ്ടാവില്ല. അവരുടെ വിഷമങ്ങളായിക്കോട്ടെ അവർ സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് ഒരു റൂമിന്റെ അകത്ത് തീർക്കാൻ ആഗ്രഹിക്കുന്നതായിരിക്കും. അവരുടെ കണ്ണുനീരൊന്നും അധികം പുറത്താരും കാണില്ല. അവർക്ക് എന്തെങ്കിലും വിഷമം ഒരു സിറ്റുവേഷൻസിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരതിനെ നൈസായിട്ട് വിട്ടിട്ട് റൂമിൽ വന്നിരുന്ന് കരയുന്ന ആൾക്കാരായിരിക്കാം. അവരങ്ങനെ പൊതുവെ ഇമോഷൻസിനെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അവർക്ക്. അവർ ഒരുപാട് സംസാരിക്കാത്തതുകൊണ്ട് തന്നെ ആയിരിക്കും. പക്ഷെ ഈ നന്നായിട്ട് സംസാരിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അവർ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മൂമെന്റിൽ അവർക്ക് അത് പൊട്ടിപ്പോകും, എന്ത് ഇമോഷൻസ് ആണെങ്കിലും. അപ്പം അധികം സംസാരിക്കാത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അവര് ഭയങ്കരമായിട്ട് സപ്രസ്ഡ് ആയിട്ട് അവരുടെ കാര്യങ്ങൾ അവരുടെ ഉള്ളിൽ ജീവിക്കുന്ന ആൾക്കാർ തന്നെ ആയതുകൊണ്ട് തന്നെ അവരുടെ ഇമോഷൻസും അവരുടെ ഉള്ളിലേക്ക് നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കും. പൊതുവെ ഈ സൈലന്റ് ആയിട്ടുള്ള ആൾക്കാര് അവരുടെ വളർച്ചയെ നോക്കി കാണുന്ന ആൾക്കാരാണ്. ദേ ആർ ഫോക്കസ്ഡ് ഓൺ ഗ്രോത്ത്. അവർക്കും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് പേരുമായിട്ട് സംസാരിക്കും. ഇപ്പൊ ഒരു ഓഫീസിലാണെങ്കിൽ പോലും ഈ നല്ല രീതിയിൽ വർക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ അധികം സംസാരിക്കാനൊന്നും വരില്ല. അവർക്ക് അവരുടെ ഗ്രോത്ത്, അവരുടെ ആ ഒരു കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവരെപ്പോഴും അവരുടെ ഗ്രോത്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ടേയിരിക്കും. അവരുടെ വളർച്ച, അവർ എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകണം, ഇങ്ങനെ ചിന്തിച്ചിട്ട് പോകുന്ന ആൾക്കാരായിരിക്കും. ഒത്തിരി ടോക്കറ്റീവ് ആയിട്ട് ഒരുപാട് നേരം സംസാരിച്ചിരുന്നവന്റെ സമയം കളയാതെ ഒരു ഗ്രോത്ത് ഫോക്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും കേട്ടോ. അപ്പം ഇതിനോടൊപ്പം തന്നെ പറയാനുള്ള അടുത്ത പോയിന്റ്, അവർക്ക് നല്ലൊരു പ്രിൻസിപ്പിൾസ് ഉണ്ടാവും. അവരുടെ ലൈഫിൽ അവർ എന്ത് കാര്യത്തിനും ഒരു പഞ്ച്വൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഓരോരോ പ്രിൻസിപ്പിൾ ആയിട്ടാണ് അവർ ഫോളോ ചെയ്യുന്നുണ്ടാവുക. അതിന് ഒരു മാറ്റവും അവർ വരുത്തില്ല. അവരുടെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് അവരുടെ സ്ട്രിക്റ്റ് ആയിരിക്കും ഓരോ കാര്യങ്ങളിൽ. അത് അവരുടെ ലൈഫിൽ അവർക്ക് അതൊരു ബേർഡൻ ഒന്നുമല്ല. അവരുടെ ലൈഫ് അങ്ങനെയായിരിക്കും ഫോളോ ചെയ്ത് പോകുന്നുണ്ടാവുക. ഫുൾ അവർക്ക് ഒരു പ്രിൻസിപ്പിൾ ഉണ്ടാവും, ഇന്ന രീതിയിലേക്കാണ് ഞാൻ എല്ലാം കൊണ്ടുപോകുക എന്നുള്ളത്. അല്ലാതെ ഭയങ്കര ഒഴിഞ്ഞ മറ്റുള്ള ഒരു ലൈഫ് ആയിരിക്കില്ല. ബിഗ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തു പോകുന്ന ഒരു ലൈഫ് ആയിരിക്കും അവരുടെ. പിന്നെ ലാസ്റ്റ് ആയിട്ട് പറയാനുള്ളത്, അവർ ഭയങ്കര ക്രിയേറ്റീവ് ആൻഡ് തോട്ട്ഫുൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. പൊതുവെ നമ്മൾ ഈ സൈലന്റ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർ, നമ്മളിപ്പോൾ പൊതുവെ നമ്മൾ പറയാറില്ലേ, ചില ആക്ടേഴ്സ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവർ ഭയങ്കര സൈലന്റ് ആയിരിക്കും. അവരെല്ലാ കാര്യങ്ങളും നോക്കി കാണുന്നുണ്ടാവും. അവർ ഭയങ്കര ക്രിയേറ്റീവ്. സൈലന്റ് ആയിരിക്കുന്ന വ്യക്തി നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ അവർ ചിന്തിക്കുന്നുണ്ടാവും. നമ്മൾ പറയുന്നത് കേൾക്കുന്ന ഒരു ഗുഡ് ലിസണർ മാത്രമല്ല, നമ്മൾ പറയുന്നതിൽ എത്ര ശരിയുണ്ട്, എന്ത് തെറ്റുണ്ട്, അവർക്ക് അത് ഓൾറെഡി നിങ്ങൾ പറയുമ്പോൾ തന്നെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടാവും. നിങ്ങളുടെ ടോക്ക് എങ്ങനെയാണ്, നിങ്ങൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്. ഈ ലെസ് ടോക്ക് ചെയ്യുന്ന ആൾക്കാർ ഭയങ്കര തോട്ട്ഫുൾ ആയിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ ലൈഫിൽ തന്നെ എല്ലാ കാര്യങ്ങളും തോട്ട്ഫുൾ ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും. അതേപോലെ ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. എല്ലാ കാര്യങ്ങളും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും. ഭയങ്കര സൈലന്റ് ആയിരിക്കും അവരുടെ ലൈഫ് ഉണ്ടാവുക. മറ്റുള്ളവർ നന്നായി നോക്കിക്കാണാൻ, അവരുടെ പേഴ്സണാലിറ്റിനെ മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുന്ന ആൾക്കാരായിരിക്കും ഈ സൈലന്റ് ആയിട്ടുള്ള ആൾക്കാർ കേട്ടോ. അപ്പം ഇതൊക്കെ എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാട്ടോ. ഞാൻ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടുള്ളതും. ഞാൻ ഈ വക കാര്യമുള്ള വീഡിയോസ് ആയാലും ആർട്ടിക്കിൾസ് ഒക്കെ വായിച്ച സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. ഒരുപാട് സമയത്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ സംസാരിക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഞാനൊരു അഹങ്കാരി ആയി പോയതുകൊണ്ട് എന്നുള്ളൊരു ടാഗ് വരുമ്പോഴും, അല്ലെങ്കിൽ ആൾക്കാർക്ക് ഒട്ടും കണക്ട് ആവാൻ പറ്റാത്തത്, അങ്ങനെ സംസാരിക്കാൻ പറ്റാത്തവർക്ക് അറിയാം അത് പറ്റില്ല. അവരുടെ ക്യാരക്ടർ എങ്ങനെയാണ്, അവരുടെ പേഴ്സണാലിറ്റി അങ്ങനെ അവർക്ക് പറ്റില്ല. മറ്റുള്ളവർക്ക് അങ്ങനെ പറ്റി പെട്ടെന്ന് ജാം ആവാൻ വേണ്ടി പറ്റില്ല. അപ്പം ഭയങ്കര വിഷമം തോന്നും. അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ കണ്ടിട്ട് വായിച്ചിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണിത്. അപ്പം ഇതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും അല്ലെ. നല്ല ക്വാളിറ്റീസ് ഒക്കെയാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അധികം സംസാരിക്കാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. കാരണം നിങ്ങൾ ഇത്രയും ക്വാളിറ്റി അടങ്ങിയിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങളെ പാർട്ട്ണറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റിപ്പറ്റ ആൾക്കാരൊക്കെ ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. അപ്പൊ എനിക്കിത് കാണുന്ന നോർമലൈസ് കാണുന്ന ആൾക്കാരോട് എനിക്ക് പറയാം, ഒരിക്കലും കാറ്റഗറൈസ് ചെയ്തിട്ട് ഒരുപാട് സംസാരിക്കുന്നില്ല, ഉള്ളിൽ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇൻട്രോവേർട്ട് ആയിരിക്കാം, അവർക്ക് സംസാരിക്കാൻ അറിയാനിട്ടില്ല, പക്ഷെ വളരെ വളരെ രീതിയിൽ സംസാരിക്കാൻ അവർക്ക് പറ്റുള്ളൂ. അവർക്ക് അങ്ങനെ ഓവറായിട്ട് ഒരുപാട് സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ ആ ഒരു ഇതിലൊന്നും ആരും കാറ്റഗറൈസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുണ്ടായിരുന്ന ക്വാളിറ്റീസ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ കൂടുതലായിട്ട് ക്വാളിറ്റീസ്
എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത്.